5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കായ പൊട്ടറ്റോ സ്മൈലിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 3 മീഡിയം സൈസ് വേവിച്ച് വെച്ച പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എരിവിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ സ്പൈസസ് ഒഴിവാക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഓർഗാനോയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. പൊട്ടറ്റോ ഇപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലാണുള്ളത്. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് മാറുന്നതിനായിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും ബ്രെഡ് ക്രംസും ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈവച്ച് കുഴച്ച് നോക്കുമ്പോൾ എത്രത്തോളം കോൺഫ്ലവർ വേണമെന്ന് നമുക്ക് മനസ്സിലാകും. കോൺഫ്ലവർ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് നോക്കണം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഒരു ഡോ ആയിട്ട് കിട്ടണം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള നല്ലൊരു ഡോ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മാവ് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാനായിട്ട് അരമണിക്കൂർ റെഫ്രിജറേറ്ററിൽ ഒന്ന് വെക്കണം. ഞാനിവിടെ ചപ്പാത്തി പലകയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചങ്ങ് പരത്തിയെടുക്കരുത്. ഇനി സ്മൈലി ഫേസ് ഉണ്ടാക്കാനായിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു ടിന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഫേസിൽ കണ്ണ് വെക്കാനായിട്ട് സ്ട്രോ വെച്ചിട്ട് 2 ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ചിരിക്കുന്ന ഒരു മുഖം കിട്ടാനായിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇരിക്കുന്ന ബാക്കിയുള്ള പൊട്ടറ്റോയുടെ മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. പ്ലേറ്റിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് തൂവിയതിന് ശേഷം വേണം പൊട്ടറ്റോ സ്മൈലി ഓരോന്നായിട്ട് അതിൽ വെക്കാനായിട്ട്. ഇങ്ങനെ പരത്തിയെടുത്ത എല്ലാ പൊട്ടറ്റോ സ്മൈലിയും ഒരു 15 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകത്തില്ല. അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. പൊട്ടറ്റോ സ്മൈലി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരുപാടെണ്ണം ഒരുമിച്ചിട്ട് വറുത്തെടുക്കരുത്. എണ്ണയിലിട്ട് ഏകദേശം ഒരു 30 സെക്കൻഡ് ആവുമ്പോഴേക്കും ഇത് നല്ലതായിട്ട് മൊരിഞ്ഞു വരും. തിരിച്ചും മറിച്ചുമിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ബാക്കിയുള്ള പൊട്ടറ്റോ സ്മൈലി നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഷേപ്പ് ചെയ്ത് വെച്ച് പൊട്ടറ്റോ സ്മൈലിയുടെ മാവ് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് എടുത്ത് വറുത്തു കൊടുക്കാനായിട്ട് പറ്റും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.